ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷമൊക്കെയാണെന്ന് വിചാരിക്കുന്നു. മാഷാ അള്ളാഹ്, അൽഹംദുലില്ലാഹ്, ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് ഞാൻ എത്തിയിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കിയത് വെച്ചാൽ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നതും മദ്രസക്ക് അയക്കുന്നതും പിന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ട് നല്ലൊരു അടിപൊളിയിലൊരു ഭൂരി ഉണ്ടാക്കുന്നതൊക്കെയാണ് കേട്ടോ വീഡിയോയിലുള്ളത്. പിന്നെ നമ്മുടെ ക്ലീനിങ്ങും കുക്കിങ്ങും വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ ഷെയർ ചെയ്യട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും. പിന്നെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കുമ്പളങ്ങ കൊണ്ട് പെട്ടെന്ന് എങ്ങനെ ഒരു ഫ്രൈ ചെയ്തെടുക്കാമെന്നില്ല ഇതും കൂടിയാണ് വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ എന്താ പറയാനുള്ളത് വെച്ചാൽ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൊക്കെ അടിച്ച് പൊട്ടിക്കട്ടോ. ഇതെന്ന് പറഞ്ഞാല് ബുധനാഴ്ചക്കത്തെ വീഡിയോ ഉണ്ടോ, അതായത് ഇന്നിപ്പോ സ്കൂളൊന്നും ഇല്ലല്ലോ, ഇപ്പൊ വോയിസ് ഓവർ ഇപ്പൊ കൊടുക്കുകയെന്ന് മാത്രം. ഇന്നിപ്പോ റെഡ് അലർട്ട് മലപ്പുറം ജില്ലയിൽ റെഡ് അലർട്ട് ആയതുകൊണ്ട് സ്കൂളും മദ്രസൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ വീഡിയോക്ക് വേണ്ടിയിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ മോൾക്ക് ഞാൻ സുബിക്ക് ചായയും കാടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാണ്, ഓളെ മദ്രസിലേക്ക് ആക്കി കൊടുക്കാൻ കേട്ടോ. അങ്ങനെ അവിടെ എത്തി അമ്പലം വരെ ആക്കി കൊടുക്കാണ്. അങ്ങനെ ഓള് പോകാം കേട്ടോ. ഇവിടെ മദ്രസ ആണെങ്കിൽ 6 മണിക്ക് തുടങ്ങും ചെയ്യും. അപ്പോഴൊക്കെ എല്ലാം കഴിച്ചു കൂട്ടി പോകണം. എന്നാലും ഇവിടുന്ന് പോകണമെന്ന് ചില ദിവസം കേട്ടോ പെരുമഴയൊക്കെ ആകുമ്പോൾ 6 മണിയൊക്കെ ആകും കേട്ടോ. 6 മണിക്ക് തുടങ്ങുന്നതിന് 6 മണിക്ക് പോകും, ചിലപ്പോൾ 5:45, ചിലപ്പോൾ അങ്ങനെയൊക്കെ ഓരോരോ ഇതാകും. അധികം കഴിയുന്നതും നേരത്തെ തന്നെ പോകാൻ നോക്കാറുണ്ട്. പിന്നെ ആ ഒരു ടൈം ഇപ്പൊ തന്നെ അധികം വെളുക്കുന്നതൊന്നും വലിയ പേടിയൊന്നും പേടിക്കാനൊന്നുമില്ല. എന്നാലും എൻ്റെ ഉള്ളിലെ ഭയം നിൽക്കൂല. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ കുറച്ചുകൊണ്ട് ആക്കി കൊടുക്കാൻ എനിക്കൊരു സമാധാനമില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് നടത്തും കിട്ടും, തടിക്കൊക്കെ ഒരു ആയാസമായി എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഞാനൊരു മടിയൊന്നും കൂടാതെ ആക്കി കൊടുക്കട്ടോ. പിന്നെ ഞാൻ അവളെ ആക്കി കൊടുക്കാണ്ട് തിരിച്ചു പോരുകയാണ്. ഇന്നിപ്പോൾ ചായക്ക് കടയൊന്നും വേറെ ഉണ്ടാക്കുന്നില്ല കേട്ടോ. ചായക്ക് കടി ഞാൻ വർമ്മത്തിലില്ല കൊണ്ട് ഞാൻ അതിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പൊടിക്കൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമത് ഞാൻ തലേന്ന് രാത്രി ഞാൻ അരിയൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും രാവിലെ ആയപ്പോഴേക്ക് കറണ്ട് വന്നും പോയി. പിന്നെ വോൾട്ടേജ് കുറവൊക്കെ ആയിട്ട് ഇവിടെ നമുക്ക് വോൾട്ടേജ് പറ്റ കുറവായതുകൊണ്ട് തന്നെ അരി അടിക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇതൊക്കെ മതി വിചാരിച്ച് കണ്ട് ഞാൻ പിന്നെ അപ്പോഴേക്ക് മറ്റൊന്ന് തന്നെ നമ്മുടെ ജിനുമോന് പിന്നെ 5 മണിക്ക് തന്നെ എഴുന്നേൽക്കും. അതുകൊണ്ട് പിന്നെ ഫോണൊന്നും എനിക്ക് കിട്ടൂല കേട്ടോ. പിന്നെ ഇന്നലെ ഇപ്പോൾ കിട്ടാനുള്ള കാരണം പെരുമഴ ഇടിയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ വാട്സപ്പിൽ സ്കൂളിനൊക്കെ ഒരു മെസ്സേജും കണ്ടപ്പോൾ അതൊക്കെ വായിച്ച് കേട്ടപ്പോൾ പിന്നെ പെട്ടെന്ന് എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ ആ ഫോണിൻ്റെ ഇടയിലാണ് ഞാൻ വീഡിയോ മദ്രസ്ക്ക് ആക്കുന്നതിൻ്റെ ഇടയിൽ എടുത്തതാണ്. അങ്ങനെ നമ്മളെയൊക്കെ മദ്രസ്ക്ക് വരെ ആക്കിയില്ല, അമ്പലം വരെ ആക്കിയാൽ ഞാൻ നമ്മളെ വീട്ടിലെത്തിട്ടോ. അങ്ങനെ നടന്ന് മഴയാണ്, പെരുമഴയാണെങ്കിൽ പോലും തണുപ്പൊന്നുമില്ല കേട്ടോ. എന്നാലും ചെറുതായിട്ട് ക്ഷീണമൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ചായയും കടിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ അടുത്തത് ജിതുമാനെ കുറച്ച് നേരം വായിപ്പിച്ച് കാണ്ട് ഞാൻ അതിനൊക്കെ മാറ്റിച്ചിട്ട് ഇന്നിപ്പോൾ ഞാൻ നടന്ന് പോകണോ എങ്ങനെ പോകണമെന്നൊന്നും അറിയില്ല കേട്ടോ. ജിതുമോന് 7:45 മറ്റവൾക്ക് 6 മണി തൊട്ട് 7:45 വരെയാണ് ഉണ്ടോ മദ്രസ്. ജിതുമോന് 1-ാം ക്ലാസ്സിലാണ്. പിന്നെ സ്കൂളിലാണ് UKG-യിലാണ്. അങ്ങനെ അതിനെ ഞാൻ കൊണ്ടുപോട്ടെ കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ വായിപ്പിക്കണം. പിന്നെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആദ്യം കഴിഞ്ഞതുകൊണ്ട് പിന്നെ അരിയൊന്നും ഇനി വേറെ ചായക്കടിയൊന്നും ഉണ്ടാക്കാനാവില്ല വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതുമില്ല. പിന്നെ വോൾട്ടേജ് ഒക്കെ ആകെ ഇങ്ങനെ പറഞ്ഞപ്പോഴേ ആകെ ഇടങ്ങാറായിക്കൊണ്ടാണ് ഞാൻ നമ്മളെ കിച്ചണിലേക്കൊക്കെ എത്തിയത്. അങ്ങനെ ആ ഇരുട്ടത്ത് തപ്പി പിടിച്ച് ടോർച്ചൊക്കെ ആയിട്ട് എല്ലാത്തിലും ചാർജ് കഴിയാനായും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഫോണാണെങ്കിൽ ജിതുവിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ നമ്മളെ കിച്ചണിൽ അങ്ങനെ 5 മണിൻ്റെ ടൈമിൽ എത്തിയത്. ഇപ്പോൾ ഏതായാലും 7:40 7:40 ഞാൻ പുറത്തേക്ക് കൊണ്ട് പോകുന്നത് 7:45 മദ്രസ. പിന്നെ അവർ വണ്ടിക്കാവും പോകും കേട്ടോ. അങ്ങനെയൊക്കെയാണ് അപ്പോൾ കഥകളും കാര്യങ്ങളൊക്കെ. പിന്നെന്താ പറയല്ലത്, കുറച്ച് കഴിഞ്ഞാൽ 7:45 നമ്മളെ മിന്നിവിടെ എത്തും ചെയ്തു. അപ്പോഴേക്ക് ഇതൊക്കെ റെഡിയാക്കണം. ചോറും കൂട്ടാനൊക്കെ സ്കൂളിലേക്ക് റെഡിയാക്കണം.
അപ്പോൾ ഇത് ഇതാ തിളപ്പിച്ചാറി കൊടുത്ത് വിടണം, അതൊക്കെ ഉണ്ടായിരുന്നല്ലോ. തിളപ്പിച്ചാറി വെള്ളം കൊടുക്കുക. അപ്പോൾ ഈ തിളപ്പിച്ചാറി വെള്ളം വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ആദ്യമൊക്കെ ഇവള് ജീരകവെള്ളം കൊണ്ടുവരുന്നത്. ഇപ്പം ഞാൻ ഇതാക്കിയിട്ട് ഇതാകുമ്പോൾ പിന്നെ എന്താ ജലദോഷം പിടിക്കാതിരിക്കാനൊക്കെ നന്ദി എന്താണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ചിലവരിതാ അവള് പറയാണ് എന്താണ് ഈ ഒരു വെള്ളം കുടിച്ചിട്ട് പനി ഉണ്ടാവുന്ന ഇതൊക്കെ ഒരു കുറവുണ്ട്, എന്താണെന്ന് അറിയില്ല. അതാ അങ്ങനെ നമ്മൾ ജിതുമോന് ഇവിടെ മദ്രസ വിട്ട് എത്തിട്ടോ. അങ്ങനെ അവൻ്റെ കോട്ട് ഇട്ടണമെങ്കിൽ പോലും അവനാകെ നനഞ്ഞ് കുളിച്ചിട്ടാണ് വന്നത്. ഞാൻ ഇന്നിപ്പോൾ ബുധനാഴ്ചയല്ലേ, ഇപ്പോൾ യൂണിഫോം ഒന്ന് മാറ്റിയിടണ്ട വിചാരിച്ചാൽ ചായയും ഇതൊക്കെ കൊടുത്ത് കൊടുത്തുക്കാണ്ട് ഞാൻ വണ്ടിക്ക് പറഞ്ഞേച്ചാൽ മതി വിചാരിച്ചപ്പോൾ ഭാഗം നനഞ്ഞ് കുളിച്ച് ആകെ എത്തിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മളെ ഞങ്ങൾക്ക് മക്കളൊക്കെ പറഞ്ഞേക്കാണ്ട് പിന്നെ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് രാത്രി മദ്രസാണോ ഇഷ്ടം പകൽ മദ്രസാണോ ഇഷ്ടം? എനിക്കിഷ്ടം എത്ര നേരത്തെ എഴുന്നേറ്റാലും എനിക്ക് രാത്രി മദ്രസ് ഇഷ്ടമല്ല. സുബഹിക്ക് നമ്മൾ എത്ര നേരത്തെ എഴുന്നേറ്റാലും പകലിൻ്റെ മദ്രസ തന്നെയാണ് ഇഷ്ടം. അങ്ങനെയാണ്. പിന്നെ നേരം വെളുത്ത് വരുമല്ലേ, പിന്നെ ആ വക കാര്യങ്ങളും പേരൊന്നും വേണ്ടല്ലോ. രാത്രി ആകുമ്പോൾ പിന്നെ കുട്ടികളും വരുന്നതും ഇങ്ങനെ കാത്തിരിക്കണം. അങ്ങനെ മക്കളെ സ്കൂൾക്കും മദ്രസും ഒക്കെ വിട്ട് കഴിഞ്ഞിട്ട് നമ്മളെ ക്ലീനിങ് ഇതൊക്കെ കിട്ടാം, ക്ലീനിങ്ങിലേക്ക് എത്തുക. അപ്പോൾ ആ സിങ്കിൻ്റെ ഇതാണ് കണ്ടത്. അപ്പോൾ ക്ലീനിങ്ങിന് വേണ്ടി നോക്കി നോക്കുമ്പോഴോ എന്താ വെച്ചാൽ വീഡിയോ എടുക്കാൻ നോക്കി നോക്കുമ്പോൾ എന്താ പറയാം ആകെ എന്താണ് നമ്മളെ ക്യാമറക്ക് ആകെ മിന്നി മറിഞ്ഞുകൊണ്ട് ആകെ ഒരു തിളക്കായിട്ടോ. പിന്നെ എന്താ ഞാൻ വീഡിയോ എടുത്ത് വെച്ചത് ആകെ ഒരു ഇത്. അപ്പോൾ എനിക്ക് പറഞ്ഞാൽ ക്ലോറക്സ് ഉപയോഗിച്ച് കൊണ്ട് എന്താണ് നമ്മളെ സിങ്കും ഇതൊക്കെ തേച്ചപ്പോൾ നല്ലൊരു നിറവും ഇതൊക്കെ കിട്ടിയിട്ട് പിന്നെ ആ ഒരു എന്താ കൊട്ടക്കൊക്കെ നല്ലൊരു ഇത് തിളക്കും ഇതൊക്കെ കിട്ടി. അപ്പം അങ്ങനെ എന്നൊന്നും കഴുകലില്ലെങ്കിലും ഞാൻ 2 ദിവസം കൂടുമ്പോഴൊക്കെ ക്ലോറക്സ് ഉപയോഗിക്കും കേട്ടോ. അങ്ങനെ ഞാൻ എന്താ അടുക്കളയിലേക്ക് എന്താണ് നമ്മളെ കൂടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കറിയൊക്കെ പിന്നീട് ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മുരിങ്ങ അത് ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ എന്താ മുരിങ്ങ എൻ്റെ 2-3 ദിവസമൊക്കെ ആയിട്ട് മുരിങ്ങ നീനിട്ടോ. അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല, അതന്നെ മതി വിചാരിച്ചിട്ട് മക്കളൊക്കെ പോയതല്ലേ, അപ്പോൾ അവർക്ക് ഇഷ്ടമൊന്നുമില്ല. പിന്നെ എന്താ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ പൊട്ടറ്റോ അല്ല കുമ്പളങ്ങ പൊരിക്കട്ടോ. അപ്പോൾ അതെങ്ങനെ വെച്ചാൽ വേറെ ഒന്നൊരു കൂട്ടില്ല, പെട്ടെന്ന് എന്താ എങ്ങനെ പൊരിക്കേണ്ടത് വെച്ചാൽ കുറച്ച് ഉപ്പും കുറച്ച് എന്താണ് ചിക്കൻ മസാലയും ചേർത്തിട്ട് പെട്ടെന്നാണ്ട് ഇതാക്കുക കേട്ടോ. അങ്ങനെ എന്താണ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായ എണ്ണയിലേക്ക് പിന്നെ ഈ ഒരു ഇതാണ് ഇട്ട് കൊടുക്കുക. അത്ര കഞ്ഞുള്ളൂ. ഇതൊക്കെ സാധാരണ ചിക്കൻ മസാല വെച്ചിട്ടൊന്നും ഉണ്ടാക്കില്ല. ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ തന്നെ മതി വിചാരിച്ചിട്ട് പിന്നെ ഒരു വേറെ മസാല മഞ്ഞൾപ്പൊടിൻ്റെ മുളക് പൊടിൻ്റെ ആവശ്യമില്ല. കുറച്ച് കറിവേപ്പിലും കൂടി അതിൽ മിക്സ് ചെയ്ത് കാണ്ടാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ മുരിങ്ങക്കറി വറവിടലും കഴിഞ്ഞു. അപ്പോൾ ഈ ചക്കക്കുരു മുരിങ്ങ ഇന്നത്തെ ഒരു വിഭവം. അപ്പം എന്താ പറഞ്ഞാൽ ചക്കക്കുരും മുരിങ്ങ അപ്പോൾ വെളുത്തുള്ളിയും നുള്ളിയും ഇതാക്കി കണ്ടാണ് അരിഞ്ഞു കണ്ടാണ് വറവിട്ടത് കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് ഈ ഒരു എന്താ കുമ്പളങ്ങിൻ്റെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ചിക്കൻ മസാലയൊക്കെ ഇട്ട് ചേർത്തതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെയൊക്കെ അത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക. വേറെ ഒരു മസാലയുടെ ആവശ്യമില്ലല്ലോ, മുളക് പൊടിൻ്റെ മഞ്ഞൾപ്പൊടിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. ഇതിങ്ങനെ നല്ല ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മുരിങ്ങയായിട്ടാണ് കളി. ഇപ്പോൾ ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മുരിങ്ങ കൊണ്ടല്ലേ കളി. മുരിങ്ങ കൊണ്ട് തന്നെ കളിയൊക്കെ. അപ്പോൾ മുരിങ്ങ കിട്ടിയാൽ പല പല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് ഞാൻ ഇതിൽ നിന്നാണ് മനസ്സിലാക്കിയിട്ടോ. അപ്പോൾ ഓരോരുത്തർക്ക് ഞാൻ വിളിച്ച് നോക്കുമ്പോൾ പറഞ്ഞു നോക്കുമ്പോൾ അന്ന് ക്യാരറ്റും മുരിങ്ങയൊക്കെ ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഓറഞ്ചും പച്ചക്കായിട്ട് ഇതിൽ കാണാൻ നല്ല രസം. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഓടി ഒരു മുരിങ്ങയും കിട്ടാല്ല, അയൽവക്കത്തും കിട്ടാല്ല എന്നൊക്കെ അങ്ങനെ ഓരോരുത്തരായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ അങ്ങനെ ഞാനങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പൂതിയിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിനും പൂതിട്ട് അപ്പോൾ പിന്നെ എനിക്ക് അടുത്തത് വാഷ് ചെയ്യാമല്ലോ കേട്ടോ. പിന്നെ ഇവിടെ നിങ്ങളുടെ പർദ്ദയും കുറച്ച് ഡ്രസ്സുകളും ഇതൊക്കെ ഉണ്ടാവും. പിറ്റേന്നാണെങ്കിൽ മദ്രസ്സും ഉണ്ട്. ഇത് മഴയുണ്ട്, പെരുമഴ കൊണ്ടാണെങ്കിൽ എനിക്ക് ഈ വളരെ പർദ്ദ കൊണ്ട് ഞാൻ ഇന്ന് എനിക്കിത് എല്ലാം കേട്ടോ. അല്ലെങ്കിൽ ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ്, ഒരു 3 ദിവസം കൂടുമ്പോഴാണ് ഇത് എടുക്കാറുള്ളത്. മറ്റേത് ഈ ഒരു മഴ ഇപ്പം നനഞ്ഞ് കുളിച്ചാൽ പോയില്ല. അതുകൊണ്ട് തന്നെ എന്നും ആ ഒരു പർദ്ദ എന്താ നേരം വെളുക്കുമ്പോഴേക്ക് ഉണക്കിയെടുക്കണം. അപ്പം അങ്ങനെ ഉണക്കാനൊക്കെ കിട്ടും. അടുത്തത് വൈകുന്നേരം ആയിട്ടില്ല കേട്ടോ, ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുകയാണ്. കുട്ടികൾ വരുമ്പോഴേക്കും എനിക്ക് ഫോണൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ അതെന്താ എന്താ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് ആലോചിച്ച് ഞാൻ നിൽക്കട്ടെ. പിന്നെ ഞാൻ ഉച്ചക്കാലം ഫ്രീ ചെയ്യാൻ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചാണ്ട് പിന്നെ കിടക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ, റെസ്റ്റിനൊന്നും പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗോതമ്പ് കൊണ്ട് എന്തെങ്കിലും നല്ലൊരു ഭൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നതായത്. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെ ഞാൻ ഇൻഗ്രീഡിയൻസ് ചേർത്തതെന്ന് വെച്ചാൽ തേങ്ങ എടുക്കുക, കുറച്ച് പിന്നെന്താ നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് 2 കയ്യിൽ ചോറും ചേർത്തിട്ട് ഞാനിത് മിക്സിൻ്റെ ജാറിൽ ഇട്ടൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. അതിൻ്റെ മുന്നേ എനിക്കൊരു ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ മറന്നു പോയി. പിന്നെ ഒരു ഏലക്കായും, ഞാൻ ഏലക്കായിൻ്റെ ആൾക്കാർ ഏലക്കായ ഉണ്ടോ നോക്കി എനിക്ക് ആകെ ഒരു ഏലക്കായ് കഴിഞ്ഞതൊന്നും സത്യമായിട്ട് അറിഞ്ഞിട്ടില്ല.
അപ്പോൾ ആകെ കിട്ടി എനിക്ക് ഒരു ഏലക്കായ് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിട്ട് ഞാൻ ഇത് അരച്ച് കൊണ്ടുവന്നു. അപ്പോൾ പിന്നെയാണിത് ഓർമ്മ വന്നത് കേട്ടോ, പഞ്ചസാര ഇട്ടെടുക്കുന്നത്. അപ്പോൾ ആ പഞ്ചസാര ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കട്ടെ വിചാരിച്ചുകൊണ്ട് അതൊക്കെ അരക്കലൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്താ ഏത് മാവ് കുഴച്ചെടുക്കണമല്ലോ. ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ അടിപൊളി ജീരകപൂരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് കുറച്ചിങ്ങനെ എന്താണ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാണ്ട് ഒന്ന് തുടച്ചെടുക്കാണ്ട് ഇവിടെ ഇങ്ങനെ എപ്പോഴും ഇത് നനഞ്ഞൊരു കഷ്ണം ആവശ്യമാണ് കേട്ടോ. അതില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ തേങ്ങേൻ്റെ തേങ്ങേൻ്റെ മാത്രമല്ല തേങ്ങ, ചോറ്, പിന്നെ നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പഞ്ചസാരയൊക്കെ ചേർത്ത് ഒരു ഇത് തയ്യാറാക്കി കഴിഞ്ഞ് ഇത് എന്താ തിളപ്പിക്കണ ഈ ഒരു വെള്ളത്തിലാണ് എനിക്കിത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ അവിടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കുഴച്ചും കഴിഞ്ഞ് ഇത് പരത്തിയിട്ട് എന്താ പത്തിരിൻ്റെ ഇത് ആക്കി പത്തിരിൻ്റെ അത്ര ഷേപ്പ് വേണ്ടെങ്കിൽ പപ്പടത്തിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇത് എനിക്ക് കിട്ടണം. അതുകൊണ്ട് ഞാൻ തന്നെ ഈ ഒരു ഷീറ്റൊക്കെ വെച്ചിട്ട് അത് പരത്തി കൊടുക്കട്ടെ കേട്ടോ. ഈ ഒരു കോയിലിൽ കണ്ട് നിങ്ങൾ അന്തം വിടൊന്നും വേണ്ട കേട്ടോ. കാരണം ഇവിടുത്തെ ഇതൊക്കെ പഴയ ഒരു കാലത്തെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് മതി ഇത്രയൊക്കെ. ഇന്നിപ്പോൾ നമ്മൾ പത്തിരി ഇങ്ങനെ പരത്തൊന്നുമില്ലല്ലോ, നമ്മളിപ്പോൾ പ്രസ്സുമ ആക്കുന്നത് തന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ചപ്പാത്തിക്കാകുമ്പോൾ അത് അത്യാവശ്യമാണ് കേട്ടോ. അങ്ങനെ ഞാൻ പുട്ട് ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു അടപ്പെടുത്ത് കൊണ്ട് ഞാനിങ്ങനെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കട്ടെ. ഒരു 4 വരെ ഇപ്പോൾ ചുട്ടെടുക്കാം. അപ്പോൾ എനിക്ക് ജിതുമോന് എത്തും. നിന്റെ മോളാണെങ്കിൽ നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഫോണിൻ്റെ കാര്യം പറയും വേണ്ട, കിട്ടൂല. അങ്ങനെ ജിതുമോ 4:15 എത്തുക. അപ്പോൾ ജിതുമോ വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കട്ടെ വിചാരിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോഴേക്കും പിന്നെ ഫോണിൽ മെസ്സേജ് കണ്ടു, കാരക്കുന്ന് സ്കൂളിൻ്റെ മെസ്സേജ് കണ്ടു. മക്കൾക്ക് ശക്തമായ മഴയുള്ളവരാണെങ്കിൽ കുട്ടികളെ സ്കൂൾ 3:30 വിടുവാൻ കണ്ട് അങ്ങനെ പിന്നെ നേരത്തെ എത്തി. അച്ഛൻ നിന്ന് വരുന്ന നേരത്തെ തന്നെ. അപ്പോഴേക്കും പെട്ടെന്ന് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഭൂരിയാകുമ്പോൾ പെട്ടെന്ന് ആവും ചെയ്യും. എന്നാലും മെനക്കെട്ടെ കുറച്ച് സമയം ഇതാക്കിയാൽ പെട്ടെന്ന് ആവുന്ന. പൊള്ളക്കാൻ കുറഞ്ഞൊരു മടിയുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ഏലക്കായ എടുത്തപ്പോൾ കുറച്ച് കറമ്പുമൊക്കെ വെച്ച് ചാടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആവുന്നാലും ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആദ്യത്തെ 2-3 അങ്ങനെ ഇട്ടായിട്ട് അപ്പോൾ അതുവരെ ചെറുതായിട്ടൊക്കെ ചിലതൊക്കെ പൊള്ളച്ചിട്ടുണ്ട്. അങ്ങനെ മിന്നുമോക്ക് ഞാൻ ചായ കൊടുത്തിട്ടാണ് ഈ അടുത്ത് ജിതുവിനെ ഭാഗത്തൊക്കെ പോകാൻ. ബാക്കി പിന്നെ ഉമ്മ പരത്തിക്കോളും വിചാരിച്ചപ്പം ഉമ്മാനെ ഏൽപ്പിച്ച് പോയിട്ട് അപ്പോൾ ഉമ്മ അങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ബാക്കി ഒരു 4 തന്നെ അപ്പം തന്നെ ചിലവായി പോയിട്ടുണ്ട് കേട്ടോ. ജിതു വരുമ്പോഴേക്ക് പോയിട്ട് ഉമ്മ ചുട്ടു ഒക്കെ പൂരിയൊക്കെ ചുട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി പിന്നെ ഞാൻ ചുട്ടുട്ടോ. ജിതുമ വന്നതിൻ്റെ ശേഷം ഞാൻ പിന്നെ ചുട്ടെടുത്തു. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റിയിലെ ഭൂരി തന്നെ ഇവിടെ കഴിച്ചിട്ടുണ്ട്. നല്ല ജീരകവും പഞ്ചസാര ഇട്ടതുകൊണ്ട് ഏലക്കായൊന്നും ഇട്ടതുകൊണ്ട് കറിൻ്റെ ആവശ്യം ഇന്ത്യക്ക് വന്നിട്ടില്ല കേട്ടോ. കറി വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടോ സാമ്പാർ കറിയോ പിന്നെ ഉച്ചക്കത്തെ എന്തെങ്കിലും കറിയോ പറ്റുകയാണെങ്കിൽ കൂട്ടാന്നല്ലാതെ പിന്നെ ചിക്കനോ ഏത് കറിയും കൂട്ടല്ലോ, ചിക്കനോ ബീഫൊക്കെ നിങ്ങളെ അടുത്ത് എന്ത് കറിയോ ബാലൻസ് ഉള്ളത് ഏത് കറി കൂട്ടം ഉണ്ടാക്കും ചെയ്യട്ടെ. എനിക്ക് തീരെ സമയമില്ല. കുട്ടികൾ നേരത്തെ വരാനായിട്ടുണ്ട്. കുട്ടികൾ പറഞ്ഞാൽ പിന്നെ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് വരുമ്പോഴേക്ക് തന്നെ പെട്ടെന്ന് ചോദിക്കണം എന്താ ഉമ്മ ചായക്കടി എന്താണ്, അതിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്ക് ഇങ്ങനെ വീടുണ്ടാക്കാനുള്ളത് ഇത് വന്നത്. അങ്ങനെ ജിതുമോനും എത്തി. അങ്ങനെ ഞാൻ അവനെ കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് വെള്ളത്തിലൊക്കെ കളിച്ചുകൊണ്ടാണോ അതിനകത്ത് കയറിയത്. അപ്പോൾ ബാക്കിൽ ഇതും കൂടി ഞാൻ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് പൊട്ടിക്കട്ടോ, വിളിച്ച് പൊട്ടിക്കുക. മക്കളെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുടിക്കാൻ, എനിക്ക് ഉമ്മാക്കൊക്കെ കുടിക്കാൻ. അങ്ങനെ ഞാൻ ഉമ്മാനെ കുളിച്ച് ഞങ്ങൾ ചായ കുടിക്കാൻ കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പിനെസ് കാണാൻ നല്ല ക്രിസ്പിനെസ്സും സോഫ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഭൂരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കൊന്നും കാര്യമില്ല കേട്ടോ. കാണാൻ നല്ല നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എനിക്കറിയില്ല. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക. നിങ്ങൾ എന്താണെന്നുള്ളത് അറിയിക്കട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കും. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. താങ്ക് യു.